പ്രഭാഷകൻ്റെ പുസ്തകം 22-ാം അധ്യായം 27-ാം വാക്യം നമ്മൾ വായിക്കുന്നു. എൻ്റെ വായ്ക്ക് കാവൽക്കാരനും എൻ്റെ ചുണ്ടുകളിൽ വിവേകത്തിൻ്റെ മുദ്രയും ഉണ്ടായിരുന്നെങ്കിൽ ഞാൻ വീഴുകയോ നാവ് മൂലം നശിക്കുകയോ ചെയ്യുകയില്ലായിരുന്നു. എൻ്റെ വായ്ക്ക് കാവൽക്കാരനും എൻ്റെ ചുണ്ടുകളിൽ വിവേകത്തിൻ്റെ മുദ്രയും ഉണ്ടായിരുന്നെങ്കിൽ ഞാൻ വീഴുകയോ നാവ് മൂലം നശിക്കുകയോ ചെയ്യുകയില്ലായിരുന്നു. പ്രഭാഷകൻ ആത്മീയമായി ജീവിക്കുന്ന വ്യക്തികളുടെ ആത്മീയമായ പാലനത്തിന് വേണ്ടി എന്തു ചെയ്യണമെന്ന് ബോധ്യപ്പെടുത്തി തരികയാണ്. നാവിനെ നിയന്ത്രിക്കണം. ചുണ്ടുകളിൽ വിവേകത്തിൻ്റെ മുദ്ര ഉണ്ടാകണം. നാവിന് നിയന്ത്രണമില്ലാത്തതാണ് പലപ്പോഴും ആത്മീയരായി ജീവിക്കുന്ന വ്യക്തികൾ പാപാവസ്ഥകളിലേക്കും ആത്മീയ നഷ്ടപ്പെടുന്ന അവസ്ഥയിലേക്കും വിശുദ്ധി നഷ്ടപ്പെടുന്ന അവസ്ഥകളിലേക്കും പോകുന്നതിന് കാരണമാകുന്നത്. നാവ് കൊണ്ടുള്ള പാപത്തെ, അല്ലെങ്കിൽ കുറ്റം പറയുന്ന രീതികളെ, അല്ലെങ്കിൽ കുറ്റപ്പെടുത്തുന്ന രീതികളെ, ദേഷ്യപ്പെട്ട് സംസാരിക്കുന്ന രീതികളെ, ശപിച്ച് സംസാരിക്കുന്ന രീതികളെ, ഇതെല്ലാം നാവ് കൊണ്ടുള്ള പാപത്തിൻ്റെ ഗണത്തിൽ വരുന്നതാണ്. ഇതെല്ലാം നമ്മൾ നമ്മളുടെ ജീവിതത്തിൽ ഒഴിവാക്കാനായിട്ട് ശ്രമിക്കണം. ആരെയും ശപിക്കാൻ പാടില്ല. ആരെയും തെറ്റായ രീതിയിൽ തെറ്റായ പേരുകൾ വിളിക്കുന്ന രീതി, പിശാചി എന്നൊക്കെ ആളുകൾ നമ്മളുടെ കുടുംബത്തിൽ അങ്ങോട്ടും ഇങ്ങോട്ടുമൊക്കെ വിളിക്കുന്ന രീതി, ഇതെല്ലാം നമ്മൾ ഒഴിവാക്കണം. എല്ലാവരെയും ശുദ്ധമായ വാക്കുകൾ കൊണ്ട് അഭിസംബോധന ചെയ്യണം. എല്ലാവരെയും സ്നേഹത്തോടും നന്ദിയോടും കൂടെ, സ്നേഹവും നന്ദിയും നമ്മളുടെ സംസാരത്തിലുടനീളം നമ്മൾ കാത്തു സൂക്ഷിക്കണം. അങ്ങനെ സൂക്ഷിക്കുന്നൊരു വ്യക്തിയാണെങ്കിൽ നമുക്ക് ആത്മീയതയിൽ വളരാനായിട്ട് സാധിക്കും. ഒരാളുടെ വാക്കുകളെ പരിശോധിച്ചാൽ അയാളുടെ ആത്മീയത അളക്കാനായിട്ട് സാധിക്കും. ആകയാൽ നമ്മളുടെ നാവിനെ സൂക്ഷിക്കാനായിട്ട് നമുക്ക് ശ്രമിക്കാം. നാവിന് നിയന്ത്രണത്തിൻ്റെ ഒരു രേഖ വരയ്ക്കാൻ, അതുപോലെ തന്നെ ചുണ്ടുകളിൽ വിവേകത്തിൻ്റെ മുദ്രയിടാൻ. വിവേകമുള്ള സംസാരം മാത്രം, വിവേകമില്ലാത്തത് എങ്ങാനും വരുമെന്ന് തോന്നിയാൽ നിശബ്ദതയാണ് ഭേദം എന്ന് ചിന്തിക്കുവാൻ നമുക്ക് പരിശീലിക്കാം. സർവശക്തനായ ദൈവം, പിതാവും പുത്രനും പരിശുദ്ധാത്മാവും നാവിന് നിയന്ത്രണത്തിൻ്റെ രേഖയും ചുണ്ടുകൾക്ക് വിവേകത്തിൻ്റെ മുദ്രയും നൽകി നിങ്ങളെ അനുഗ്രഹിക്കുമാറാകട്ടെ. ആമേൻ.